തൃശൂർ പൂരം കലങ്ങിയതോ കലക്കിയതോ എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പൂരം അലങ്കോലപ്പെട്ടതിൽ ഉദ്യോഗസ്ഥതല ഗൂഢാലോചന ഇല്ലെന്നും കുറ്റം മുഴുവൻ തിരുവമ്പാടി ദേവസ്വത്തിനാണെന്നും വ്യക്തമാക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പാടെ തള്ളിയിരിക്കുകയാണ് VS സുനിൽകുമാർ. ഒന്നാം പ്രതിയാകേണ്ടത് അന്നത്തെ കളക്ടറാണെന്നാണ് സുനിൽകുമാർ പറയുന്നത്. അടുത്ത പൂരമാകാറായി, എന്നിട്ടും ഇതിലൊരു തീരുമാനമായില്ലേ എന്ന് ജനം ചോദിച്ചാൽ കുറ്റം പറയാനാകില്ല. എന്തായാലും തൃശ്ശൂരുകാർക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. തൃശൂർ പൂരം കലക്കിയത് ഉദ്യോഗസ്ഥരോ എന്നാണ് നമ്മൾ തൃശ്ശൂർകാരോട് ചോദിക്കുന്നത്. ലെവിനാണ് അവരോട് ചോദിച്ചിരിക്കുന്നത്. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. 2024 തൃശൂർ പൂരം വിവാദത്തെക്കുറിച്ച് നമുക്കറിയാം. പൂരം കലക്കിയതാണെന്നും കലങ്ങിയതാണെന്നും ആരോപണങ്ങളുണ്ട്. സർക്കാർ തലത്തിൽ അന്വേഷണങ്ങൾ നടന്നു. ദേവസ്വങ്ങളും ഉദ്യോഗസ്ഥരും പോലീസുമെല്ലാം പ്രതിസ്ഥാനത്താണ്. പൂരം കലക്കിയതോ കലങ്ങിയതോ തൃശ്ശൂരിലെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ തേടാം. ഒരിക്കലും മേൽക്കട അറിയാതെ ഒഫീഷ്യൽസിന് വല്ലതും ചെയ്യാൻ കഴിയുമോ? പറ്റില്ല. അതൊക്കെ പൊളിറ്റിക്സ് കളിച്ചതാണ്. ഇന്ന് തന്നെ കളക്ടറുടെ ഫേസ്ബുക്കിൽ കളക്ടറുടെ റിപ്പോർട്ട്, കളക്ടറാണ് അതിന് ഉത്തരവാദിത്ത. കളക്ടർ എങ്ങനെ ഉത്തരവാദിയാവുന്നത്? മേലിരിക്കുന്ന ആൾ ഡയറക്ഷൻ കൊടുക്കാതെ കളക്ടർ വല്ലതും ചെയ്യാൻ പറ്റുമോ? എൻ്റെ അഭിപ്രായത്തിൽ അതിൽ ഇരുകൂട്ടരും നല്ല പങ്കുണ്ട്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ BJP ഒരു പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. CPM അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അവരും കൂടി ഇൻവോൾവ് ആയിട്ടാണല്ലോ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരെല്ലാം നോക്കേണ്ടത് പൂരം അതിൻ്റെ വേണ്ട രീതിയിൽ നടത്തിപ്പും കാര്യങ്ങളൊക്കെ നോക്കേണ്ട അവരാണല്ലോ. പ്രോബ്ലംസ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ദേവസ്വങ്ങളും പോലീസുകാരും കൂടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പൂരം കലക്കാൻ കാരണം. രാഷ്ട്രീയക്കാർ വിചാരിച്ചൊന്നും നടക്കല്ലോ, അതിലൊന്നൊരു കുഴപ്പമില്ല. അവർ വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. ഇവിടുത്തെ രാഷ്ട്രീയക്കാരാന്ന് തോന്നുന്നു. അതിലൊരു പങ്ക് സുരേഷ് ഗോപിക്കുണ്ട്, പിന്നെ പോലീസുകാർക്കും. പകുതി അവരും പകുതി അതിൻ്റെ മേലധികാരിയുടെ താഴെ കണ്ടുള്ള ആൾക്കാർ, പിന്നെ രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയത്തിനാണല്ലോ ഏറ്റവും വലിയ കാര്യം. തൃശൂർ പൂരത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ 2 വർഷം പിന്നിടുന്നു. പൂരം കലങ്ങിയതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ അതിന് ഉത്തരവാദികൾ ആരെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടി പറയാൻ കൃത്യമായ ഒരു ഉത്തരമില്ല. തൃശൂരിൽ നിന്നും ലെവിൻ K. വിജയൻ, ന്യൂസ് മലയാളം.